ചാല ജുമാ മസ്ജിദിലെ നോമ്പുകഞ്ഞിക്ക് ഒരു ചരിത്രമുണ്ട്. തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് ആണ് ഈ കഞ്ഞി അവിടെ നിന്നൂടെ കടന്നു വന്നതാണ്. കാരണം കായൽപട്ടണത്തുള്ള ഒരുപാട് കച്ചവടക്കാർ വളരെ മുമ്പ് തന്നെ ഈ ചാലയിൽ ഉണ്ടായിരുന്നു. വളരെ പ്രസിദ്ധമായ ഒരു കടമുണ്ട്, കേത്തൽസ് ചിക്കൻ. ഈ കേത്തൽസ് ചിക്കൻ, കേത്തൽ സാഹിബ് എന്ന് പറഞ്ഞ വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ജയമോഹൻ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്, ചോറ്റ് കണക്കുന്ന ഒരു കഥ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കി കൊണ്ട് ഇവിടുത്തെ നമസ്കരിക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് കൊടുത്താണ് ഈ കഞ്ഞിയുടെ ഇവിടെ തുടങ്ങുന്നത്. 18ഓളം വിവിധ ചേരുവകൾ ചേർത്താണ് ഔഷധക്കഞ്ഞി നിർമ്മാണം. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് കയറ്റാതെ, അതായത് തന്നെ ഓയിലായാലും അത് ഓവറായിട്ട് കയറ്റാത്ത രീതിയിൽ നമ്മൾ അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ നിന്നത് ചെയ്തു പോകുന്നു. കഞ്ഞിയുടെ സ്വാദെന്തെന്ന് ഇവിടത്തെ തിരക്ക് നമുക്ക് കാണിച്ചു തരും. എല്ലാ മതസ്ഥരും, ചാലയിലെ വ്യാപാരികളായ എല്ലാ മതസ്ഥർക്കും വിതരണം ചെയ്യുകയാണ്. ഏതാണ്ട് ഒരു 100-300ഓളം ആൾക്കാർ 5 മണി മുതൽ 6 മണി വരെ വന്ന് പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ 700ഓളം പേർക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഞ്ഞിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ചാല ജുമാ മസ്ജിദിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് IMCT എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. സാധുക്കളെയും ക്യാൻസർ രോഗികളെയും വീടില്ലാത്തവർക്കും ഒരുപാട് നിരന്തരമായി വരുന്ന ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു പള്ളിയിൽ നിന്നുള്ള ഒരു ശതമാനം അവർ കിട്ടുന്നുണ്ട്. വയറു മാത്രമല്ല, മനസ്സും നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യനും മടങ്ങുന്നത്. ചാല ജുമാ മസ്ജിദിൽ നിന്ന് ക്യാമറ പേഴ്സൺ S. അനോഷിനും സിജോ സുധാകരനുമൊപ്പം RB സനു, മീഡിയ.